സീരിയൽ താരമായിട്ടുള്ള സൽമാനും അതുപോലെ തന്നെ മേഘയും കുറേ പേർക്ക് അറിയാവുന്നതായിരിക്കാം. അവരുടെ കല്യാണം ഈ ഇടയ്ക്ക് നടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു കല്യാണത്തിന് മെയിനായിട്ടൊരു ഇഷ്യൂ പറഞ്ഞിട്ടുള്ള ഇവരുടെ പ്രായമാണ്. എല്ലാവർക്കും അതുകൊണ്ട് നെഗറ്റീവ് കമൻറ്റ്സ് ഇവരിട്ട ആ ഒരു പോസ്റ്റിന് താഴെ പോയിടുന്നുണ്ടായിരുന്നു. കാരണം സൽമാൻ്റെ വയസ്സെന്ന് പറയുന്നത് 33 അതുപോലെ തന്നെ ഈ മേഘയുടെ വയസ്സാണെങ്കിൽ 19 വയസ്സേ ഉള്ളൂ. ഇതാണിപ്പോൾ മെയിനായിട്ടുള്ള ഇഷ്യൂ. അതുപോലെ തന്നെ ഇവരെ കല്യാണത്തിന് ഇവർ അച്ഛനമ്മമാരൊന്നും തന്നെ ഒന്നും പങ്കെടുത്തില്ല. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു കാര്യമാണ്. കാരണം ഒരു പെൺകുട്ടി 19 വയസ്സായിട്ടുള്ള പ്രായത്തിൻ്റെ എടുത്തുചാട്ടം കൊണ്ടാണ് എന്ന് എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ഭയങ്കരമായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് ഇവരൊരു ഇൻ്റർവ്യൂ കൊടുത്ത സമയത്ത് എന്തിനാണ് ഈ ഒരു പ്രായത്തിൽ തന്നെ കല്യാണം കഴിച്ചതെന്നൊക്കെ ഒരു കുറേയധികം ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അതിന് അവർ തന്നെ ആ ഒരു ഇൻ്റർവ്യൂവിൽ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പഠിത്തം കംപ്ലീറ്റ് ചെയ്യും. നീ ഈ പ്രൊജക്റ്റൊക്കെ കഴിഞ്ഞിട്ട് പഠിത്തമൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് എന്നെ കാണാതിരിക്കുന്ന സമയത്ത് ഇപ്പം നമ്മളെപ്പോഴും കാണുകയാണല്ലോ, സീരിയലിന് വേണ്ടി കാണുകയാണ്. അപ്പം മേ ബി യു ഫീൽ ദാറ്റ്. അപ്പോൾ കാണാതൊക്കെ ഇരിക്കുമ്പോൾ കുറേ കാലമൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം. പക്ഷെ 1 ഇയർ കൊണ്ട് നിനക്ക് ഇതിന്നൊരു കുറവുണ്ടാവും എന്ന് ഞാൻ പറഞ്ഞിട്ട് ചലഞ്ച് വെച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പോൾ ഈ 1 ഇയർ കൊണ്ട് കുറഞ്ഞില്ലെങ്കിൽ എന്നെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, നീ അങ്ങനെ എടുക്കണ്ട. അപ്പോൾ ചലഞ്ചിന് വേണ്ടിയിട്ട് നീ അത് കീപ്പ് ചെയ്തുകൊണ്ട് പോകും, വെച്ചോണ്ട് പോകും. അപ്പം അങ്ങനെ വേണ്ട, നീ ഫ്രീ ആയിട്ട് വിട്. നിനക്ക് എന്താണോ നിനക്ക് തോന്നുന്നത്, നിന്റെ ഹാപ്പിനെസ്, നീ ചിരിക്ക്, നീ എൻജോയ് ചെയ്യ്, നീ ബി ഹാപ്പി ഇൻ യുവർ വർക്ക്. നിന്റെ പഠിത്തം കാര്യങ്ങളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യും. കാരണം നാളെ എപ്പോഴും നിന്റെ അടുത്ത് ആരില്ലെങ്കിലും നിന്റെ കയ്യിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു പവർഫുൾ ടൂൾ അല്ലെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷനാണ്. എപ്പോഴും നിന്റെ കയ്യിലുള്ള ഒരു ധൈര്യം. അതിന് ആര് നിന്നെ ഒഴിവാക്കിയാലും നിന്റെ കാര്യം നിനക്ക് നോക്കാൻ നിന്റെ എഡ്യൂക്കേഷൻ മതി. അപ്പം ഞാൻ പഠിത്തം കംപ്ലീറ്റ് ചെയ്യും. നീ ഈ പ്രൊജക്റ്റൊക്കെ കഴിഞ്ഞിട്ട് പഠിത്തമൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് എന്നെ കാണാതിരിക്കുന്ന സമയത്ത് ഇപ്പം നമ്മളെപ്പോഴും കാണുകയാണല്ലോ, സീരിയലിന് വേണ്ടി കാണുകയാണ്. അപ്പം മേ ബി യു ഫീൽ ദാറ്റ്. അപ്പോൾ കാണാതൊക്കെ ഇരിക്കുമ്പോൾ കുറേ കാലമൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം. പക്ഷെ 1 ഇയർ കൊണ്ട് നിനക്ക് ഇതിന്നൊരു കുറവുണ്ടാവും എന്ന് ഞാൻ പറഞ്ഞിട്ട് ചലഞ്ച് വെച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പോൾ ഈ 1 ഇയർ കൊണ്ട് കുറഞ്ഞില്ലെങ്കിൽ എന്നെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, നീ അങ്ങനെ എടുക്കണ്ട. അപ്പോൾ ചലഞ്ചിന് വേണ്ടിയിട്ട് നീ അത് കീപ്പ് ചെയ്തുകൊണ്ട് പോകും, വെച്ചോണ്ട് പോകും. അപ്പം അങ്ങനെ വേണ്ട, നീ ഫ്രീ ആയിട്ട് വിട്. നിനക്ക് എന്താണോ നിനക്ക് തോന്നുന്നത്, നിന്റെ ഹാപ്പിനെസ്, നീ ചിരിക്ക്, നീ എൻജോയ് ചെയ്യ്, നീ ബി ഹാപ്പി ഇൻ യുവർ വർക്ക്. നിന്റെ പഠിത്തം കാര്യങ്ങളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യും. കാരണം നാളെ എപ്പോഴും നിന്റെ അടുത്ത് ആരില്ലെങ്കിലും നിന്റെ കയ്യിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു പവർഫുൾ ടൂൾ അല്ലെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷനാണ്. എപ്പോഴും നിന്റെ കയ്യിലുള്ള ഒരു ധൈര്യം. അതിന് ആര് നിന്നെ ഒഴിവാക്കിയാലും നിന്റെ കാര്യം നിനക്ക് നോക്കാൻ നിന്റെ എഡ്യൂക്കേഷൻ മതി. ഇതാണ് സൽമാനും അതുപോലെ തന്നെ മേഘയും കൊടുത്ത ഇൻ്റർവ്യൂവിൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. ആദ്യമേ ഉണ്ടെങ്കിൽ സൽമാൻ ഉണ്ടെങ്കിൽ ആ ഒരു പ്രപ്പോസ് അക്സെപ്റ്റ് ഒന്നും ചെയ്തില്ല. കാരണം അവർക്ക് അത്ര പ്രായമായിട്ട് ചിലപ്പോൾ ഇൻഫാക്ച്വേഷനായിട്ട് തോന്നാം. അതുകൊണ്ട് കാര്യം നീ ഉണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ ചിന്തിക്കാതെ 1 വർഷമൊക്കെ കഴിഞ്ഞിട്ട് സമയം എടുക്കുക, അത് കഴിഞ്ഞിട്ട് നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് മുമ്പോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിരുന്നു. അതിന് ശേഷമാണ് ഇവർ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കണക്ക് പ്രപ്പോസ് അക്സെപ്റ്റ് ഒക്കെ ചെയ്യുന്നത്. അപ്പം ഫാമിലിയിലെ കാര്യങ്ങളും ഒക്കെ ആ ഒരു ഫുൾ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അത് കേൾക്കണമെങ്കിൽ ആ ഒരു ഇൻ്റർവ്യൂ പോയി കാണാവുന്നതാണ്. സോ കുറേ പേർക്ക് അവർക്കില്ലാത്ത ബുദ്ധിമുട്ട് നിങ്ങൾക്ക് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. അവരവരെ കാര്യം നോക്കിക്കോളും. സോ അവരുടെ ലൈഫാണ്, അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ തന്നെ പരിഹരിച്ചോളും. ഇങ്ങനെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്നും കമൻറ്റ് ഇടേണ്ട കാര്യം, നെഗറ്റീവായിട്ട് കമൻറ്റ് ഇടേണ്ട കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ബട്ട് ഒപ്പീനിയനായിട്ട് പറയാം, ഭയങ്കരമായിട്ട് എന്തോ ഓരോരുത്തർ അവരെ കുറ്റപ്പെടുത്തി ഭയങ്കരമായിട്ട് അങ്ങനെയൊന്നും പറയേണ്ട കാര്യം. നിങ്ങൾക്ക് ഇന്ന ഒപ്പീനിയൻ ആണെന്ന് പറയാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ എനിക്കും ഇത് കണക്ക് അവർ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ 19 വയസ്സിൽ കല്യാണം കഴിക്കണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും അതിൽ അങ്ങനെ സമ്മതിക്കാറില്ല. കാരണം അത്ര വലിയ നമുക്ക് അറിവുള്ള പ്രായമൊന്നുമില്ല. കുറച്ചും കൂടെ കഴിഞ്ഞിട്ടൊക്കെ കല്യാണം കഴിക്കാവൂ. പക്ഷേ എന്നിരുന്നാൽ പോലും ഇത് അവരുടെ തീരുമാനമാണ്, അവരുടെ കല്യാണമാണ്, അവരാണ് തീരുമാനം എടുക്കേണ്ടത്.